അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ പുരുഷന്മാരുണ്ടല്ലോ, സ്റ്റേജിലും സദസ്സിലുമായിട്ട്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോ പുരുഷൻ്റെ അടുത്തും ചെന്നിട്ട് വെറുതെ ഇങ്ങനെ ചോദിച്ചു നോക്കൂ, ഇപ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ അലട്ടുന്നൊരു പ്രശ്നം ഉണ്ടാവും. ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. അതെന്താണ് എന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു നോക്കൂ. മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവും. മിക്കവാറും ആ പ്രശ്നം അവരുടേതാവില്ല, അവരുടെ എന്തെങ്കിലും ആവില്ല. ഒന്നെങ്കിൽ പെങ്ങളുടേതായിരിക്കും, അല്ലെങ്കിൽ അളിയൻ്റേതായിരിക്കും, അല്ലെങ്കിൽ അനുജൻ്റേതായിരിക്കും, അല്ലെങ്കിൽ അമ്മായിൻ്റെ കുട്ടിയുടേതായിരിക്കും, അല്ലെങ്കിൽ അമ്മാവിൻ്റെ മോൻ്റേതായിരിക്കും, ആരുടെയെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാൽ ഇതൊക്കെ ആരുടെങ്കിലും പറയോ? മിക്കവാറും അത് പറയൂല. അതിങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 ആ പ്രശ്നത്തിൽ ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കും. പുരുഷൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പ്രശ്നങ്ങൾ ഒരാളോടും പറയൂല, പക്ഷേ മുഖത്തുണ്ടാവും, കണ്ണിലുണ്ടാവും, സംസാരത്തിലുണ്ടാവും, പെരുമാറ്റത്തിലുണ്ടാവും. വാക്കുകൊണ്ട് പറയൂല. ആ പെരുമാറ്റത്തിൽ നിന്നത് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആ പുരുഷൻ അനുഭവിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സ്ത്രീകൾ ഇരിക്കുന്നു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഗർഭപാത്രമുള്ള ആളാണ്, അല്ലേ? ഉള്ളിൽ ഗർഭപാത്രമുള്ള ആളാണ്. ഒരു 13-14 വയസ്സ് മുതൽ ഒരു 50-55 വയസ്സ് വരെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾക്ക് വേണ്ടിയാണോ? അവൾക്ക് വേണ്ടിയല്ലല്ലോ, എല്ലാവർക്കും വേണ്ടിയല്ലേ? മനുഷ്യവംശത്തിന് വേണ്ടിയിട്ടാണ്. ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടായതുകൊണ്ട് എന്തെല്ലാം മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകണം. ഓരോ മാസവും എന്തെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകണം. അവൾ വന്നിട്ട് നമ്മളോട് പറയാ, എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് പറയണത് എന്തിനാ? വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാ? അല്ലല്ലോ. അതിനായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ എന്നിട്ടാ പറയാ. എന്തിനാ ഈ കൂടെയുള്ള ആളോട് പറയണത്? എന്തിനാ? ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് എന്നോട് പെരുമാറരുത് കേട്ടോ. ഇന്നലെ പറഞ്ഞതുപോലത്തെ വാക്ക് ഇനി പറയരുത്, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട്. അപ്പം ഏതൊരു മനുഷ്യനും, ഇപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ളൊരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഈ ടീനേജിലെത്തുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും. ഇപ്പോൾ സാധാരണ കൗൺസിലർമാരുടെയൊക്കെ അടുത്ത് വന്നിട്ട് വാപ്പന്മാരും ഉമ്മമാരും പറയും, 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി അവൻ്റെ സ്വഭാവമൊക്കെ മാറി, അവൻ്റെ പെരുമാറ്റമൊക്കെ മാറി, അവൻ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി, അവൻ്റെ അനിയത്തിയോട് ചൂടാവാൻ തുടങ്ങി, അവൻ്റെ പെരുമാറ്റമൊക്കെ മാറി, ഞങ്ങളോട് അധികം സംസാരിക്കാതെയായി, ഇങ്ങനെയൊക്കെ പറയൂലേ? എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്? അവൻ അങ്ങനെ ഉണ്ടാക്കുന്നതല്ല, അവനങ്ങനെ ആകുന്നതല്ല, അവൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഒരിക്കലൊരു കോഴ്സിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയിരുന്നു, കുറച്ച് മുമ്പാണ്. അപ്പോൾ ആ കോഴ്സിന് വലിയൊരു പോലീസ് ഓഫീസർ ആ കോഴ്സിലുണ്ടായിരുന്നു. അതായത് റിട്ടയർഡ് ചെയ്തതാണ്. അപ്പോൾ റിട്ടയർഡല്ല, അയാൾ ലീവ് എടുത്തതാണ്. ലീവിൽ നിൽക്കുന്നൊരു പോലീസ് ഓഫീസർ ആ കോഴ്സിലുണ്ടായിരുന്നു. അങ്ങനെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ കോഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ പോലീസ് ഓഫീസർ പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാം, എനിക്ക് 18 വയസ്സുള്ളൊരു മോനുണ്ട്. ആ മോൻ്റെ പെരുമാറ്റത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അവൻ പഴയ ആളല്ല, അവനാകെ മാറിയിട്ടുണ്ട്, അവൻ്റെ പെരുമാറ്റ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സിൽ വന്ന് ചേർന്നത്. എൻ്റെ മോനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത് എന്ന് പറഞ്ഞു. 6 മാസത്തെ കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? എനിക്കൊരു കാര്യം മനസ്സിലായി, നന്നാക്കേണ്ടത് എൻ്റെ മകനെ അല്ല, എൻ്റെ മകനെ നന്നാക്കല്ല വേണ്ടത്, ഞാൻ അവനെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പണ്ട് ഞാൻ അവനോട് എപ്പോഴും ദേഷ്യപ്പെടുന്നൊരു വാപ്പയായിരുന്നു. അവൻ ടി വി കാണുമ്പോൾ ദേഷ്യപ്പെടും, അവൻ കളിക്കാൻ പോയാൽ ദേഷ്യപ്പെടും, ഓരോ സമയത്ത് അവനോട് ദേഷ്യമായിരുന്നു. അവൻ്റെ ചങ്ങാതിമാർ വീട്ടിൽ വരുന്നതൊന്നും എനിക്കിഷ്ടമായിരുന്നില്ല. ഇപ്പം ഞാൻ മാറി. അവൻ ടി വി കാണുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കളി കാണും, അവൻ്റെ ചങ്ങാതിമാർ വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. അവൻ കളിക്കാൻ പോകുന്നിടത്ത് അവൻ്റെ കളി കാണാൻ പോവും, ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിൽ പോവും.
വല്ല മത്സരങ്ങളുണ്ടെങ്കിൽ കളി ടി വിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണും. അപ്പം ഞാൻ മാറി, എൻ്റെ മകനെ എനിക്ക് മനസ്സിലായി. ടീനേജ് പ്രായത്തിലെത്തിയൊരു കുട്ടി ആഗ്രഹിക്കുന്നത് ആ കുട്ടിയെ മനസ്സിലാക്കുന്ന മനുഷ്യരെയാണ്. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ആരാവട്ടെ, അവരുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ്. അതെന്താണ്? റഹ്മ, കാരുണ്യം. രണ്ട് മനുഷ്യന്മാരെങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശയാണ് ആ പറഞ്ഞ കാരുണ്യം. പടച്ചോൻ മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആവശ്യമുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? ഈ 3 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്.